ഇതാണ് ഫോൺ ഡിസ്പ്ലേ, പുതിയ ഡിസ്പ്ലേ വെച്ചിട്ട് ഇതാണ് ഫോൺ. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരവസ്ഥയിലേക്ക്. ഹായ് ഹലോ നമസ്കാരം, യൂറോണംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാറുണ്ട്. ഇങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. കാരണം നമ്മളെ ഫോണിനൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു വർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചില ഫോണുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈനുകൾ വരുന്നത്. ഗ്രീൻ ലൈൻ ആദ്യം ഒന്നായിരിക്കും വരിക, പിന്നീട് ഒരുപാട് ലൈനുകൾ വരും. അതിന് പലതരം കളറുകളായിരിക്കും, പക്ഷെ അതിന് വിളിക്കുന്നത് ഗ്രീൻ ലൈൻ എന്നാണ്. അങ്ങനെ ഒരുപാട് ഗ്രീൻ ലൈനുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ അത് മാത്രമല്ല, അത് നമ്മളെ കണ്ണിന് വല്ലാതെ സ്ട്രെയിൻ നൽകും. നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയെ തന്നെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടാവും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രീൻ ലൈനുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ ഉപയോഗിക്കാൻ പറ്റാതാകും. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. അതുമല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഫോൺ വാങ്ങേണ്ടി വരും. ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാരണത്താൽ നമ്മൾ പുതിയ ഫോൺ വാങ്ങുമ്പോൾ അതിനാലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം? എനിക്ക് ഇതേപോലെ എൻ്റെ ഫോണിനുണ്ടായ സമയത്ത് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതുപോലെ പുതിയതായിട്ട് ഫോൺ വാങ്ങുന്നവരും വാങ്ങിയവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 2.5 വർഷം മുൻപാണ് ഞാൻ വിവോ എന്ന കമ്പനീൻ്റെ X70 Pro എന്നൊരു ഫോൺ വാങ്ങുന്നത്. 52,000 രൂപ കൊടുത്താണ് ഞാൻ ആ ഫോൺ വാങ്ങിയത്. ആ ഫോൺ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണ്. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഉപകാരപ്പെടുന്നൊരു ഫോണാണ്. എൻ്റെ ആവശ്യം വീഡിയോ എടുക്കലായിരുന്നു, ഫോട്ടോ എടുക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വില കൊടുത്ത് അങ്ങനെ ഒരു ഫോൺ വാങ്ങി. ഈ ഫോണിൻ്റെ വാറൻറ്റിയുടെ കാലാവധി 1 വർഷം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു ഫോണിൽ. അങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഞാൻ ചെയ്തു. ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ ഇതേപോലെ തന്നെ ഗ്രീൻ ലൈൻ വരാൻ തുടങ്ങി. ആദ്യം 1 വന്നു, പിന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും ഒരുപാട് ലൈനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനുകൾ മാത്രം കാണാൻ പറ്റുള്ളൂ. ബാക്കി ആപ്ലിക്കേഷനുകളോ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം എനിക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റാതായി. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഇതൊരു വർഷം വാറൻറ്റി കഴിഞ്ഞതല്ലേ, ഇനിയിപ്പം ഇത് സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഏതായിരുന്നാലും ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി. സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇതിന് 13,500 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് മാറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ വാറൻറ്റി കഴിഞ്ഞതുകൊണ്ട് മാറ്റി കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. സർവീസ് എക്സിക്യൂട്ടീവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതെൻ്റെ കയ്യിൽ നിന്ന് വന്ന ഫാൾട്ടല്ല, ഇത് കമ്പനിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു, ഞാനത് അപ്ഡേറ്റ് ചെയ്തു, അതിനാലെ വന്ന ഫാൾട്ടാണ്. അതുകൊണ്ട് നിങ്ങളിത് മാറ്റി തരേണ്ടതാണെന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിയിട്ട് അതൊന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു നമുക്കിത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. സർവീസ് വാറൻറ്റി കഴിഞ്ഞതിന് ശേഷം അവർ ഫ്രീ ആയിട്ട് ആ ഡിസ്പ്ലേ മാറ്റി തന്നു. അതിൽ വലിയൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷം ഞാൻ 1.5 വർഷത്തോളം വീണ്ടും ആ ഫോൺ ഉപയോഗിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2-3-4 ആഴ്ചകൾക്ക് മുൻപ് വരെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. വീണ്ടും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു. ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഞാൻ ചെയ്തു. അതിനിടയ്ക്ക് വേറെയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2-3-4 ആഴ്ച മുമ്പ് വന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാൻ തുടങ്ങി. അതിനുശേഷം ഡിസ്പ്ലേ മുഴുവനായിട്ടും ആ ലൈനുകൾ വന്നുകൊണ്ടേയിരുന്നു. ആ ഗ്രീൻ ലൈൻ വന്ന ഫോണിൻ്റെ ഡിസ്പ്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വീണ്ടും ഗ്രീൻ ലൈൻ വന്നു, ഇഷ്യൂ ആയി. സർവീസ് വാറൻറ്റി കഴിഞ്ഞിട്ട് ഒരു തവണ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി തന്നു. ഇനി വീണ്ടും ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിൽ പോയിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഡിസ്പ്ലേൻ്റെ റേറ്റ് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാവട്ടെ 13,500 രൂപ എന്നാണ് ഇപ്പോഴും അതിൻ്റെ വില. 2.5 വർഷത്തോളം ഉപയോഗിച്ച ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ 13,500 രൂപ കൊടുത്തിട്ട് മാറാമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ പുതിയൊരു ഫോൺ വാങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പിന്നീട് മുന്നോട്ട് പോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോണിൻ്റെ റിവ്യൂസൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ ഒരു ഫോൺ എടുക്കാമെന്നുള്ളൊരു മനസ്സുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. പക്ഷേ സാമ്പത്തികപരമായിട്ട് ചെറിയൊരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാമെന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അതുമാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുന്ന ഒരു ഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ 25,000 രൂപ എന്തെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സാകെ മാറിക്കഴിഞ്ഞിരുന്നു. ഈ ഒരു ഫോണിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടും സ്പെയറായിട്ടൊരു ഫോൺ ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ടും എനിക്കൊരു ഫോൺ വാങ്ങൽ നിർബന്ധമായി മാറി. അങ്ങനെ ഞാനൊരു ഫോൺ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് പോയി. ആ പോകുന്ന വഴിക്കാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായത്. ഏതായാലും വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ ഒന്ന് കയറിയിട്ട് പുതിയ ഫോൺ വാങ്ങാൻ പോകാമെന്നുള്ള ഒരു തീരുമാനത്തിന് ഞാൻ എത്തി. അങ്ങനെ വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ ഞാൻ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ കാണിച്ചു കൊടുത്തു. ഒരു വൈകുന്നേരം 3 മണിക്കാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത്.
ഫോൺ കണ്ടപ്പോൾ അവർ ഫോണിൻ്റെ കവറൊക്കെ അയച്ച് നോക്കി, നല്ലോണം ചെക്ക് ചെയ്ത് നോക്കി. എന്നോട് പറഞ്ഞു, ഈ ഫോണ് നിങ്ങൾ പുറത്തുനിന്ന് സർവീസ് ചെയ്തിട്ടുണ്ടോ, പുറത്ത് ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പുറത്ത് സർവീസ് സെൻറ്ററിലൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ആകെ ഒരു വട്ടം നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന ഒരു വർഷം മുൻപാണ് കൊണ്ടുവന്നത്. അങ്ങനെ വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന് എനിക്ക് ഡിസ്പ്ലേ മാറ്റി തന്നതാണ്. അതല്ലാതെ ഞാൻ പുറത്ത് സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, എൻ്റെ ഈ ഫോണിന് ഫിസിക്കൽ ഡാമേജോ അതുപോലെ തന്നെ വെള്ളം കയറിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ ബാക്കിൽ ആ കവറിൻ്റെ സൈഡിൽ ചെറുങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് നമ്മൾ ഡിസ്പ്ലേ മാറ്റിയ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു, അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്, ഈ ഒരു ഫോൺ വാങ്ങി അതേപോലെ തന്നെ ആ ഒരു സമയത്തുള്ളതുപോലെ തന്നെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ഫോണായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ അത്രയും സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ഫോണാണ് ഇതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സർവീസ് എക്സിക്യൂട്ടീവ് പറഞ്ഞു, ഫോൺ നീറ്റാണ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു. ഡിസ്പ്ലേ മാറ്റാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ടായി. കാരണം ഇത് ക്യാഷ് കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറ്റുന്ന കാര്യമാണോ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ സർവീസ് എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറാൻ വേണ്ടിയിട്ട് എത്ര ചാർജ് വരുമെന്ന് ചോദിച്ചു. അപ്പം എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്യാഷ് ഒന്നും കൊടുക്കണ്ട, നിങ്ങളെ ഫോൺ നീറ്റായതുകൊണ്ട് തന്നെ കമ്പനി ഈ ഒരു ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം എക്സിക്യൂട്ടീവ് വീണ്ടും ഫോണൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ നല്ല രീതിയിൽ കൊണ്ട് നടന്നതുകൊണ്ട് ഈ ഫോണിന് ഫിസിക്കൽ ഡാമേജ് ഇല്ല, അതുപോലെ തന്നെ വെള്ളം കയറിയതായിട്ടൊന്നും കാണുന്നില്ല, വേറെ അയച്ചതായിട്ടും തോന്നുന്നില്ല. ഏതായിരുന്നാലും നിങ്ങൾ നാളെ 10 മണിക്ക് വന്നോളൂ, എന്നിട്ട് ഒരു സ്ലിപ്പ് എനിക്ക് എഴുതി തന്നു, നാളെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറ്റാമെന്നും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 9:50 ആകുമ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ എത്തി. ആ സമയത്ത് അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് സർവീസ് സെൻറ്റർ അവധിയാണ്, ഒരു സ്റ്റാഫ് മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സർവീസ് സെൻറ്റർ അവധിയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ 10 മണിക്ക് എത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് തിരികെ പോന്നു. അങ്ങനെ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ഇന്നത്തെ ദിവസം രാവിലെ 9:50 ഞാൻ വീണ്ടും വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ ചെന്നു. അതിനുശേഷം ടോക്കൺ എടുത്തു. ടോക്കൺ വിളിച്ചത് പ്രകാരം ഞാൻ അവിടെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അവർ ഫോൺ വാങ്ങി. എന്നോട് പറഞ്ഞു, ഉച്ചയ്ക്ക് ഒരു 3 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഫോണ് ഡിസ്പ്ലേ മാറ്റിയിട്ട് തരാമെന്ന് പറഞ്ഞു. 3 മണി ആകുന്നതിന് മുൻപേ തന്നെ ഒരു 2:30 ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ മാറിയിട്ട് ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഇതാണ് ഫോൺ ഡിസ്പ്ലേ, പുതിയ ഡിസ്പ്ലേ വെച്ചിട്ട് ഫോൺ. ഇതാണ് ഫോൺ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ഒക്കെ മാറ്റിയിട്ട് ഒരു 2-2.5 വർഷം ഉപയോഗിച്ച ഫോണാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. അത്രയും ക്ലിയർ ആയിട്ട് ഞാൻ കൊണ്ട് നടന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഡിസ്പ്ലേ മാറ്റാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കേണ്ടതാണ്. ഈ ഫോൺ മാത്രമല്ല എനിക്ക് തന്നത്, അതോടൊപ്പം തന്നെ ഒരു കവറും അവർ തന്നു. ഈ ഒരു ഫോണിനുള്ള ഒരു കവറും തന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സർവീസ് വാറണ്ടി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും എനിക്കൊരു പ്രാവശ്യം ഡിസ്പ്ലേ മാറ്റി തന്നു. ഗ്രീൻ ലൈൻ ഇഷ്യൂ ആയിരുന്നു പ്രശ്നം, മാറ്റി തന്നു. അതിനുശേഷം 2.5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു. ആ സമയത്ത് ഞാൻ വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ ഫോണായിട്ട് ചെന്നു. അവർ നല്ല രീതിയിൽ തന്നെ, നല്ല സ്വഭാവത്തോടെ തന്നെയാണ് എനിക്ക് വീണ്ടും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റി തന്നിട്ടുള്ളത്. അതായത് 2 വട്ടം ഡിസ്പ്ലേ മാറാമെന്ന് പറഞ്ഞാൽ 13,500 രൂപയാണ് ഡിസ്പ്ലേൻ്റെ റേറ്റ് വരുന്നത്. 2 വട്ടം മാറുമ്പോൾ 27,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 27,000 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ടുള്ളത് 52,000 രൂപക്കാണ്. ആ 52,000 രൂപയ്ക്ക് ഞാൻ ഫോൺ വാങ്ങിയിട്ട് ഈ 2 വട്ടം ഞാൻ തന്നെയാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറാൻ ക്യാഷ് ചിലവഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 52,000, 27,000, 59,000, 79,000 രൂപ എനിക്ക് ചിലവ് വരും ഈ ഒരു ഫോണിൻ്റെ മുകളിൽ. കണക്ക് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ അത്രയും ഒരു ചിലവ് വരുന്ന കാര്യം നമ്മൾ നല്ല രീതിയിൽ ഫോൺ കൊണ്ട് നടന്നതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈ 27,000 രൂപ ചിലവഴിക്കാതെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറാൻ പറ്റി. അതൊരു കാര്യം. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റി തന്നതിന് ശേഷം എന്നോട് ഈ സർവീസ് എക്സിക്യൂട്ടീവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഫീഡ്ബാക്കിനുള്ളൊരു മെസ്സേജ് വരും, നിങ്ങളെ ഫോണിലേക്കൊരു മെസ്സേജ് വരും. ആ സമയത്ത് നിങ്ങൾ അതിനൊരു 5 സ്റ്റാർ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 5 സ്റ്റാർ അല്ല, നിങ്ങളെ ഈ ചെയ്തു തന്ന ഈ ഒരു സേവനത്തിന് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കുമെന്നും പറഞ്ഞു. ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ വിവോൻ്റെ പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതൊന്നുമല്ല. വാറണ്ടി പീരീഡ് കഴിഞ്ഞ സമയത്ത് 2 വട്ടം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റി തന്നു. അതുമാത്രമല്ല, കോഴിക്കോട് സർവീസ് സെൻറ്ററിൽ ചെന്ന സമയത്തെല്ലാം തന്നെ നല്ല രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെല്ലാം, എക്സിക്യൂട്ടീവ്സൊക്കെ പെരുമാറിയത് നല്ല രീതിയിലാണ്.
അപ്പോൾ അവരങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ശരി, വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ ചെന്ന സമയത്ത് എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതിനൊരു ബിഗ് സല്യൂട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഇപ്പോൾ ഓൺ ഓഫറൊക്കെ വന്നു, അതേപോലെ തന്നെ ഒരുപാട് ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഫോൺ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ വാങ്ങിയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ ഫോണിന് ഒരു നല്ല സ്ക്രീൻ ഗാർഡ് വാങ്ങിയിട്ട് ഒട്ടിക്കുക. അതുപോലെ തന്നെ നല്ലൊരു ബാക്ക് കവർ വാങ്ങിയിടുക. കാരണം നിങ്ങളെ ഫോണിന് ഒരു ഫിസിക്കൽ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്, 100% ഉറപ്പാണത്. നമുക്കറിയാം, നമ്മളൊരു ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആപ്ലിക്കേഷൻ മാത്രമല്ല ഉള്ളത്, അതിൽ സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, അതേപോലെ തന്നെ ഹാർഡ്വെയറുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയറുകൾ വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് ഈ ഫോണ്. അതിന് നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും, തീർച്ചയായിട്ടും പണി കിട്ടും. ഫോൺ നല്ല രീതിയിൽ സൂക്ഷ്മമായിട്ട് കൊണ്ട് നടക്കുക, താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഫോണിന് സ്ക്രാച്ചുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളത്തിൽ വീണ് പോവാതിരിക്കാനോ വെള്ളം നനയാതിരിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫോൺ ബാക്ക് കവറിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഫോണിൻ്റെ ഉള്ളിൽ ഈർപ്പം, അതുപോലെ ചളി, പൊടികളൊക്കെ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലോ അതല്ലെങ്കിൽ പിന്നെ 2 ദിവസം കൂടുമ്പോൾ തന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണ് കവറിൽ നിന്ന് അയച്ചെടുത്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് അത് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും കേടുപാടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ ആ കമ്പനീൻ്റെ ബ്രാൻഡിൻ്റെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോകുക. എന്നിട്ട് അവിടുന്ന് സർവീസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടുന്ന് സർവീസ് ചെയ്തിട്ട് നന്നാവൂല എന്ന് അവർ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തുള്ള സർവീസ് സെൻറ്ററുകളിൽ പോയിട്ട് സർവീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് വാറൻറ്റീൻ്റെ കാര്യം മാത്രമല്ല ഇതിലൂടെ ലഭിക്കുന്നത്. കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ നിങ്ങൾ കമ്പനീൻ്റെ സർവീസ് സെൻറ്റർ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഉപകാരപ്പെടും. ഞാൻ ഈ പറഞ്ഞ എൻ്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടത്. ഇനി പറയുന്ന കാര്യങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫോണിൽ 100% ചാർജ് ഉറപ്പ് വരുത്തുക. 100 ഇല്ലെങ്കിലും ഒരു 70% ചാർജ് ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളത് ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കാതിരിക്കുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് മാനുവലായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരിക്കലും നിങ്ങൾ മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാതിരിക്കുക. അത് വൈഫൈയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൊബൈൽ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്കിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. റേഞ്ച് കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുന്ന സമയത്ത് അത് ഈ ഒരു അപ്ഡേറ്റിനെ ബാധിക്കും. അപ്ഡേറ്റ് ക്ലിയർ ആയിട്ട് നടന്നോളണമെന്നില്ല. അതുകൊണ്ടാണ് വൈഫൈയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്. അതുകൊണ്ട് വൈഫൈയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ല നെറ്റ്വർക്ക് റേഞ്ചുള്ള സ്ഥലത്ത് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ചൂടും നല്ല തണുപ്പുള്ള പ്രതലങ്ങളിൽ ഫോൺ വെക്കാതിരിക്കുക. വെയിൽ അടിക്കുന്ന ഭാഗം ഉണ്ടാവും, നല്ല വെയിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഫോൺ കൊണ്ടുവച്ചാൽ ഫോൺ ഹീറ്റായിരിക്കും. അങ്ങനെയൊക്കെ ഫോണിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ കിച്ചണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അത് ഫോണിന് കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കും. അതുപോലെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൻ്റെ ഹാർഡ്വെയറിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീൻസ്, അതുപോലെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പോക്കറ്റിലൊക്കെ ഫോൺ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഫോൺ ബെൻഡ് ആവാനും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട്. വെറും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് മാത്രമല്ല ഫോൺ കംപ്ലൈൻ്റ് ആയി പോകുന്നത്. ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് വരും. പല രീതിയിലും നമ്മളെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാത്രമല്ല ഫോൺ മൊത്തത്തിൽ തന്നെ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഫിസിക്കൽ ഡാമേജ്, അതുപോലെ തന്നെ വെള്ളത്തിൽ വീണ പ്രശ്നങ്ങൾ, ഇതൊന്നും ഫോണിൻ്റെ കമ്പനികൾ ഏറ്റെടുക്കൂല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വാറൻറ്റി പീരീഡിനുള്ളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കമ്പനി തന്നെ ശരിയാക്കി തരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളെ ഫോണുകൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 വർഷത്തിനുള്ളിലൊക്കെ ഒരു ഫോൺ വാങ്ങുകയാണ്, നിങ്ങളൊരു 50,000 രൂപേൻ്റെ ഫോൺ വാങ്ങുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങളെ ഫോൺ കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ, അത് കേട് വന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു വർഷത്തേക്ക് നിങ്ങൾ ഫോണിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് 25,000 രൂപ ആയിരിക്കും. 2 വർഷം നിങ്ങൾ ഉപയോഗിക്കുന്നത് 50,000 രൂപ. ഈ 2 വർഷം ഉപയോഗിച്ച ഫോൺ നിങ്ങൾ ഒഴിവാക്കിയിട്ട് വീണ്ടും ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ 50,000 20,000 എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഏത് ആവശ്യത്തിനാണോ നിങ്ങൾ ഫോൺ വാങ്ങുന്നത്, ആവശ്യത്തിനുള്ള ഫോണിന് അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പരമാവധി നമ്മൾ എത്രത്തോളം നമുക്ക് ഫോണിന് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കൊണ്ട് നടക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും ഫോണിന് കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്ന കാര്യമാണ്. കാരണം സാമ്പത്തികപരമായിട്ട് എല്ലാവരും വളരെ ലോ ലെവലിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ്. നമ്മളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ EMI ആയിരിക്കും ഫോൺ എടുത്തിട്ടുണ്ടാവുക. ഇതിൻ്റെ അടവ് തീരുന്നതിന് മുൻപേ തന്നെ ചിലപ്പോൾ 2 വർഷത്തെ EMI ഒക്കെ ആയിരിക്കും നമ്മൾ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു അടവ് തീരുന്നതിന് മുൻപേ തന്നെ നമ്മളെ വാറൻറ്റിൻ്റെ കാലാവധി തീരും. നമ്മൾ അടവ് തീരുന്നതിന് മുൻപേ തന്നെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് വേറൊരു ഫോൺ വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ എത്ര കാലത്തോളം നമ്മൾ ജീവിച്ചു പോകുന്നു അത്ര കാലത്തോളം നമ്മളെ കൂടെ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ഇന്ന് ഫോണില്ലാത്ത ആരുമില്ല. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഗ്രീൻ ലൈൻ ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ പലരും ചെയ്തിട്ടുണ്ട്. എന്നതുപോലെ എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.